223 വർഷങ്ങൾക്ക് മുമ്പ് 1803 നെടുങ്കുന്നം സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന നാമധേയത്തിലുള്ള പള്ളി സ്ഥാപിതമായത്. പള്ളിയുടെ ആദ്യ വികാരിയായിരുന്ന നെടുങ്കോത്തച്ചൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇലഞ്ഞി ഇടവകാംഗമായിരുന്ന കളത്തുകുളങ്ങര എബ്രഹാം കത്തനാരാണ് ഇവിടെ പുഴുക്കുനേർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. തിരുനാൾ ദിവസം വൈകിട്ട് നടക്കുന്ന പുഴുക്കുനേർച്ച വിതരണം തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ ജനങ്ങൾ പള്ളി പരിസരത്ത് നിറഞ്ഞു കഴിയുന്നു. ഏകദേശം 35,000 മുതൽ 40,000 വരെയുള്ള ജനങ്ങൾ ഈ പുഴുക്ക് നേർച്ചയിൽ പങ്കെടുക്കുന്നു. വാർദ്ധക്യത്തെ കണക്കിലെടുക്കാതെയും കൈക്കുഞ്ഞുങ്ങളുമായി വരുന്ന മാതാപിതാക്കളുടെയും മറ്റ് ജനങ്ങളുടെയും ഒരു ഒഴുക്കാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കഴുകി വൃത്തിയാക്കിയ തേക്കിലകളിലാണ് പുഴുക്ക് നേർച്ച വിതരണം ചെയ്യുന്നത്. ജനങ്ങൾ വരുന്നതിനനുസരിച്ച് തേക്കിലകളുടെ വിതരണവും തുടർന്നുകൊണ്ടിരിക്കും. 100 കണക്കിന് വളണ്ടിയർമാർ തേക്കിലകൾ വിതരണം ചെയ്തുകൊണ്ട് പള്ളി പരിസരത്ത് നേർച്ച ലഭിക്കുന്നതിനായി തടിച്ചുകൂടിയിട്ടുള്ള ജനങ്ങൾക്കിടയിലൂടെ നടക്കുന്നത് കാണാം. നെടുംകുന്നം എന്ന ഗ്രാമത്തിന്റെ പേര് കോട്ടയം ജില്ലയ്ക്കും കേരള സംസ്ഥാനത്തിന്റെ അതിർത്തിക്കപ്പുറത്തേക്കും എത്തിക്കുന്നതിൽ നെടുംകുന്നം വിശുദ്ധ യോഹന്നാന്റെ നാമധേയത്തിലുള്ള പള്ളിയിലെ പുഴുക്ക് നേർച്ചാ തിരുനാളിന് മുഖ്യമായ ഒരു പങ്കുണ്ട്. പുഴുക്ക് നേർച്ച സ്വീകരിക്കാനായി വരുന്ന ഒരാൾക്ക് പോലും നേർച്ച കിട്ടാതെ തിരികെ പോകേണ്ടി വരരുതെന്ന് തേക്കിലയും നേർച്ചയും വിതരണം ചെയ്യുന്നവർക്ക് നിർബന്ധമുണ്ട്. അതിനായി പുഴുക്ക് നേർച്ച മാനേജ്മെന്റ് കമ്മിറ്റിയുടെ തുടർച്ചയായുള്ള അനൗൺസ്മെന്റുകൾ ഇവിടെ വരുന്ന ഓരോരുത്തർക്കും കേൾക്കാം. പള്ളിപ്പടവിൽ തുടി കൊട്ടും കൃപയുടെ നിറവേ, സ്നാപകനേ സ്നാപകനേ, നെടുങ്കുന്നം പള്ളിപ്പടവിൽ തുടി കൊട്ടും കൃപയുടെ നിറവേ, സ്നാപകനേ സ്നാപകനേ. ചൂരൽക്കുട്ടകളിലാണ് പുഴുക്ക് നേർച്ച വിതരണ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത്. നേർച്ച എടുത്തു കൊടുക്കാൻ കൈലുകളൊന്നും ഉപയോഗിക്കുന്നില്ല. മുമ്പ് വിതരണം ചെയ്തിട്ടുള്ള തേക്കിലകളിലേക്ക് കൈകൊണ്ടാണ് നേർച്ച പകർന്നു കൊടുക്കുന്നത്. പള്ളിയുടെ പ്രധാന കവാടം മുതൽ പള്ളി പരിസരം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങളിലേക്ക് ഒരേ സമയം നേർച്ച പകർന്നു നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയതായി മനസ്സിലാക്കാൻ കഴിയും. ഒരു വശത്തു കൂടെ പുഴുക്ക് നേർച്ച നിറച്ച ചൂരൽക്കുട്ടകളുമായി വളണ്ടിയർമാർ മുന്നോട്ട് നടന്നു പോകുന്നതും അതേസമയം തന്നെ മറുവശത്തു കൂടെ പുഴുക്ക് നേർച്ച വിതരണ ചെയ്തതിനു ശേഷം ഓരിഞ്ഞ കുട്ടകളുമായി വരുന്ന വളണ്ടിയർമാരെയും കാണാം. വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്ന വിശ്വാസത്തിന്റെ സഹോദരത്തിന്റെ അധ്യയനമാണ് എനിക്കിപ്പോൾ കണ്ണൂർ കാണാൻ സാധിക്കും. ഒന്നുകൊണ്ട് വാലിപ്പടിക്കണ്ട, ഇഷ്ടം പോലെ എല്ലാ വർഷവും വൃശ്ചികം 13 തന്നെയാണ് നെടുങ്കുന്നം ഇടവകയിലെ പ്രധാന തിരുനാളായ പുഴുക്കു നേർച്ചാ തിരുനാൾ ആചരിക്കുന്നതെങ്കിലും ഈ തീയതി തന്നെ ഇത് ആചരിക്കുന്നതിനായി തെരഞ്ഞെടുത്തതിന്റെ പുറകിലുള്ള കാരണങ്ങളോ തെളിവുകളോ അല്ലെങ്കിൽ ചരിത്ര പാശ്ചാത്തലത്തെക്കുറിച്ചോ ആർക്കും വ്യക്തമായ ധാരണകളൊന്നും തന്നെയില്ല. എന്തുതന്നെ ആയാലും നെടുങ്കൊത്തച്ചൻ തുടങ്ങിവെച്ച ഈ ആചാരം 2 നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്നത്തെ തലമുറ തുടർന്നുകൊണ്ടു പോവുന്നു എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എങ്കിൽ കൂടിയും 3-4 അനുമാനങ്ങൾ പരിഗണിക്കാൻ കഴിയും വിധം ജനമനസ്സുകളിലുണ്ട്. 1. വിശുദ്ധ യോഹന്നാന്റെ തിരുസ്വരൂപം നെടുങ്കുന്നം ഗ്രാമത്തിൽ കൊണ്ടുവന്ന തീയതി. 2. നെടുങ്കുന്നത്ത് ദേവാലയം നിർമ്മിക്കുന്നതിനായി വരാപ്പുഴ മെത്രാനിൽ നിന്നും അനുമതി ലഭിച്ച തീയതി. 3. വരാപ്പുഴ മെത്രാനിൽ നിന്നും ദേവാലയ നിർമ്മിതിക്ക് അനുമതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ ഓലക്കെട്ട് പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ച ദിവസം. 4. ഏബ്രഹാം കത്തനാർ പണികഴിപ്പിച്ച പള്ളിയുടെ തറക്കല്ലിട്ടതോ അല്ലെങ്കിൽ നിർമ്മാണം പൂർത്തിയാക്കി കൂദാശ ചെയ്ത് ആദ്യമായി ദിവ്യബലി അർപ്പിച്ചതോ ആയ ദിവസം. മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് സാധ്യതകളുണ്ടെങ്കിലും വ്യക്തമായ തെളിവുകളൊന്നും തന്നെയില്ല. 2 നൂറ്റാണ്ടിൽ കൂടുതലായി തുടർന്നു വരുന്ന പുഴുക്ക് നേർച്ചാ തിരുനാളിന്റെ അടുത്ത അധ്യായത്തിനായി 2026 നവംബർ 29 തീയതി, അതായത് മലയാള വർഷം 1202 വൃശ്ചികം 13 തീയതിക്കായി കാത്തിരിക്കും.